വെൽക്കം ബാക്ക് ടു ധൻസാസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ പെട്ടെന്ന്, അതായത് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു 50ഓളം സമൂസ ഷീറ്റ് റെഡിയാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സമൂസ ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഇത് കുക്ക് ചെയ്യുന്നൊന്നുമില്ല, ഷീറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടാണല്ലോ നമ്മളത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ തീ പോലും കത്തിക്കാണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒരു മാസത്തേക്ക്, അതായത് നോമ്പ് തീരുന്നത് വരെ നിങ്ങൾക്കിത് റെഡിയാക്കി വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സമൂസ ഷീറ്റും അതുപോലെ സ്പ്രിംഗ് റോൾ ഷീറ്റൊക്കെ നമുക്കിതിൽ നിന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് അളവിൽ ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ ഏകദേശം ഒരു 16-17 ഷീറ്റിനുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അളവിൽ ഒരു മാസത്തേക്കൊക്കെ വേണ്ടുന്നതാണെങ്കിൽ ഇതിലേക്കൊരു 4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ പശു നെയ്യോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് വെക്കണം. 1 കപ്പ് പൊടിക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇവിടെ അളന്ന് വെച്ചത്. നമുക്ക് നോക്കി ചേർക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പും അതുപോലെ എണ്ണയും ചേർത്തതിന് ശേഷം ഈ മൈദയും വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ മൈദയായിട്ട് നമ്മൾ ഈ എണ്ണ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൈദൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സമൂസയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നല്ലോണം ക്രിസ്പി ആയിട്ട് കിട്ടും. അതുപോലെ ആ ഷീറ്റ് നന്നായിട്ട് തന്നെ പൊങ്ങി വരും നമ്മളെ പുറമേയുള്ള ആ ഒരു ഭാഗം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുന്നതാണ്. അപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ നിന്ന് ഒരു 1/4 കപ്പ് മാത്രമേ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. മൈദ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി അതിലേക്ക് വേണമെങ്കിൽ പിന്നെയും നമുക്ക് എണ്ണ ചേർത്തിട്ട് നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴച്ച് വെക്കാം. അപ്പോൾ ഞാനിവിടെ സോഫ്റ്റായിട്ട് കുഴച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ എണ്ണ ഇതിൻ്റെ മേലേക്ക് തടയി കൊടുത്തിട്ട് നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മളിതാ വീണ്ടും എടുത്തിട്ട് ഇത് ഒന്നുകൂടി നമ്മൾ സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രയും നല്ല ഷീറ്റായിരിക്കും നമുക്ക് കിട്ടുന്നത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ നോക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ല, അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് വീണ്ടും ഇതുപോലെ ഒരു പലകേൻ്റെ മേലെ ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വില കൊടുത്തിട്ടൊക്കെ സമൂസ ഷീറ്റ് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് വിലയുണ്ടാവും അതിന്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നമുക്ക് കുട്ടികൾ സമൂസയൊക്കെ വേണമെന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കിയിട്ട് ആ ഷീറ്റിൽ നമുക്ക് ഇതുപോലെ സമൂസ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് 8 ഉരുളയാണ് കിട്ടിയത് 1 കപ്പ് മൈദപ്പൊടിയിൽ നിന്ന്. ഇനി നമുക്കിത് ഓരോ ഉരുളയും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ കട്ടിംഗ് ബോർഡിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ നേർങ്ങനെ പരത്തിയെടുക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയും വട്ടത്തിലാണ് പരത്തിയെടുക്കുന്നത്. കുറച്ച് തടിയുണ്ട് ഇതിന്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇതുപോലെ പരത്തിയിട്ട് നമുക്കൊന്ന് പൊടി തട്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നും നമ്മൾ പരത്തിയിട്ട് ഇതുപോലെ പ്ലേറ്റിൽ അട്ടിക്ക് വെക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ പൊടി തൂകാൻ വേണ്ടി മറക്കരുത്, എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് പോകും അല്ലെങ്കിൽ. അപ്പോൾ ഇനി എല്ലാം കൂടി പരത്തിയതിന് ശേഷം നമുക്കിത് ഓരോന്ന് വീണ്ടും എടുത്തിട്ട് ഇതുപോലെ പലകേൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം എണ്ണ. അപ്പോൾ ഞാനിതിൽ വെളിച്ചെണ്ണ തന്നെയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മേലെ നമുക്ക് മൈദപ്പൊടി ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ നമ്മൾ പരത്തിയതും എടുത്തിട്ട് അതിൻ്റെ മേലേക്കൊന്ന് വെച്ച് കൊടുക്കാം. വീണ്ടും ഇതുപോലെ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ വീണ്ടും നമുക്ക് കുറച്ച് മൈദപ്പൊടി അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എത്ര എണ്ണം വേണോ നിങ്ങൾക്ക് അത്രയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 എണ്ണമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോന്നും നിങ്ങൾ മേലെ വെക്കും തോറും എണ്ണ ഒന്ന് ഇത് പുരട്ടി കൊടുക്കുക. അതുപോലെ ഇതിങ്ങനെ മൈദപ്പൊടി അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ 4 എണ്ണമാണ് ഞാൻ ഈ ഒരു സമയത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 4 എണ്ണോ അല്ലെങ്കിൽ 10 എണ്ണോ 15 എണ്ണോ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അതൊക്കെ ഞാനൊരു ബട്ടർ പേപ്പറിന് മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബട്ടർ പേപ്പറിൻ്റെ മേലെ വെച്ചിട്ട് പരത്തുന്ന സമയത്ത് നമ്മൾ ആ ഒരു ചപ്പാത്തി കോലിനൊക്കെ നമ്മളെ ആ ഒരു മാവ് ഒട്ടുന്നതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും. അപ്പോൾ ഇതില്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ ഇങ്ങനെ അതിൻ്റെ മേലെ ഇട്ടിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ആദ്യം അതുപോലെ ചെയ്തിട്ടൊരു ഷേപ്പ് ആക്കിയതിന് ശേഷം പിന്നെ ആ ബട്ടർ പേപ്പർ മേലെ ഉള്ളത് മാറ്റിയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഒന്ന് പരത്തി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് പാനിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ബട്ടർ പേപ്പർ ഇതിൻ്റെ മേലെ വെച്ചതിന് ശേഷം നല്ല ചൂടിലുള്ള ഇസ്തിരിപ്പെട്ടി ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക ഇതിൻ്റെ മേലേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ ബട്ടർ പേപ്പറൊന്നും കീറിപ്പോകാൻ പാടില്ല. കീറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു നമ്മളിപ്പോൾ പരത്തിയത് അതിൻ്റെ മേലേക്ക് ഒട്ടിപ്പോകും. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചിട്ടിട്ട് ഇതുപോലെ നമ്മളൊന്ന് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ നല്ല ചൂട് കൂടുന്നതെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെറും 5 മിനിറ്റ് മാത്രം മതിയാകും നമ്മളെ ഈ ഒരു പരത്തിയ ആ ഒരു ചപ്പാത്തി നല്ലോണം കുക്കായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ സാധാരണ നമ്മൾ കുക്ക് ചെയ്ത് തീയൊക്കെ കത്തിച്ച് പാനിലിട്ട് കുക്ക് ചെയ്യുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഷീറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ സാധാരണ പാനിലിട്ടിട്ട് പാനിൽ തന്നെ നിങ്ങളിതിങ്ങനെ ഷീറ്റാക്കി ഓരോന്ന് സെപ്പറേറ്റ് ആക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കൈ പൊള്ളുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് അതുപോലെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ഷീറ്റും ഇത് നല്ല അടിപൊളി ഷീറ്റായിട്ട് കിട്ടിയിട്ട് നല്ല നേർങ്ങനെ കൈ പോലും അടിയിൽ നിന്ന് കാണുന്നുണ്ട്. അത്രയും നേർങ്ങനായിട്ടുള്ള ഷീറ്റാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ 4 എണ്ണമാണ് വെച്ചത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് അളവിൽ ഇതിങ്ങനെ പരത്തിയിട്ട് ഷീറ്റാക്കുന്ന സമയത്ത് ഒരുപാട് അളവിലുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്കൊരു 10 മിനിറ്റോളം വേണ്ടി വരും. ഇത് നമ്മൾ ഇസ്തിരിപ്പെട്ടി ഇങ്ങനെ ഇതിൻ്റെ മേലെ ചെയ്തിട്ട് ഒന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് സ്പ്രിംഗ് റോളിനുള്ള ഷീറ്റായിട്ടോ അല്ലെങ്കിൽ സമൂസക്കുള്ള ഷീറ്റായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ സമൂസ ഉണ്ടാക്കണം, സ്പ്രിംഗ് റോൾ ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് ഷീറ്റ് തയ്യാറാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കിത് ഓരോന്നായിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരു 4-5 ഷീറ്റ് ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു 4 വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ മടക്കി വെച്ചിട്ട് കട്ട് ചെയ്യുന്ന ഒരുപാട് മെത്തേഡ് ഉണ്ട് ഇത് കട്ട് ചെയ്യാനുള്ള. അപ്പോൾ കത്തി വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ 4 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് പിസ്സ കട്ടർ യൂസ് ചെയ്യാം, അങ്ങനെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വരെയും നമുക്ക് ഈ ഒരു ഷീറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മളൊരു സിപ്ലോ കവറിലിട്ടിട്ട് നമുക്കിത് കീപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 1 മാസത്തേക്ക് മാത്രമല്ല 1 വർഷം വരെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുകയും ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ആ കട്ട് ചെയ്ത സാധനം ഉണ്ടല്ലോ അത് നിങ്ങൾ കളയൊന്നും വേണ്ട കേട്ടോ. അത് നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പർ സ്നാക്ക്, ക്രിസ്പി സ്നാക്കായിട്ട് നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്പ്രിംഗ് റോളിനുള്ള ഷീറ്റ് ഇതാ നമ്മൾ 2 ഭാഗത്തും ഒന്ന് മടക്കിയിട്ട് ആ ഒരു മേലത്തെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ താഴത്തെ സൈഡിൽ നിന്നോ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഈ ഒരു സമയം ഇങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ മേലെ നമുക്കുള്ള മാവ് നിറച്ചിട്ട് ഫില്ലിങ് നിറച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ലാസ്റ്റ് അറ്റത്തൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രിംഗ് റോള് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരുപാട് അളവിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഷീറ്റ് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ വിരുന്നാർ വരുമ്പോൾ ഒക്കെ ഇങ്ങനെ ഷീറ്റ് നമ്മൾ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു മസാല ഉണ്ടാക്കിയിട്ട് സ്പ്രിംഗ് റോളും സമൂസയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ സമൂസക്കുള്ളത് കട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. നമ്മൾ ഈ അറ്റം കട്ട് ചെയ്തതിൽ നിന്ന് ഇതാ നടുക്കുന്ന് വീണ്ടും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് അയൺ ബോക്സ് കൊണ്ട് അയൺ ചെയ്തിട്ട് കുക്കായിട്ടില്ല എന്നൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ സാധാരണ പാനിലിട്ട് കുക്ക് ചെയ്യുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ സമൂസ ഇനി എങ്ങനെയാണ് റോൾ ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ മിക്കവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റം എടുത്തിട്ട് ഇതുപോലെ ഇപ്പുറത്തെ അറ്റത്തേക്ക് ഒന്ന് കൊണ്ടുവരാം. ഈ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം എടുത്തിട്ട് അങ്ങോട്ടേക്ക് മേലേക്ക് നമുക്ക് അതേ ഒരു കോൺ ഷേപ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ അതിങ്ങനെ അറ്റം കൂർത്ത് കിട്ടണം, അതിൽ ഗ്യാപ്പൊന്നും പാടില്ല. ഗ്യാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈഡാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ആ സൈഡ് ഒട്ടിച്ചതിന് ശേഷം ഇതിൽ മസാല നിറച്ചിട്ട് ഈ ഒരു ഭാഗം വീണ്ടും ഇതുപോലെ നമുക്കൊന്ന് പേസ്റ്റ് വെച്ചിട്ട്, അതായത് മൈദ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നല്ല അടിപൊളി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഷീറ്റ് പോലെ തന്നെയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ പിന്നെ എണ്ണയും അതുപോലെ അല്ലെങ്കിൽ പശുനെയ്യോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചേർത്തിട്ട് മാവ് കുഴയ്ക്കുന്ന സമയത്ത് ചേർക്കുമ്പോൾ സമൂസ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒരുപാട് അളവിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഷീറ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ബാക്കി ഇത് ഞാൻ സിപ്ലോ കവറിലൊക്കെ ഇട്ടിട്ട് അങ്ങ് ഫ്രിഡ്ജിലേക്ക് കീപ്പ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്